നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാദൽ എന്ന കവിതയും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളുമാണ്. ഈ കവിത എഴുതിയിട്ടുള്ളത് ഡോക്ടർ ശ്രീ പ്രസാദ് എന്ന എഴുത്തുകാരനാണ്. ബാദൽ എന്ന് പറഞ്ഞാല് മേഘം, ക്ലൗഡ് എന്നാണ് അർത്ഥം വരുന്നത്. ഈ കവിതയില് പ്രകൃതിയുടെ സൗന്ദര്യത്തെ വളരെ ഭംഗിയായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. ആകാശത്തിലെ മേഘങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും മേഘങ്ങൾ എങ്ങനെ മഴയായി പെയ്യുന്നതെന്നും പ്രകൃതിയില് മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കവിത വായിച്ചു നോക്കാം. കാലേ കാലേ പാനി വാലേ ആസ്മാൻ മേ ബാദലായി ബോലോ കേസേ ആകർ ഛായേ. കാല എന്ന് പറഞ്ഞാല് കറുപ്പാണ്. കറുത്ത നിറത്തിന് ഹിന്ദിയില് കാല എന്നാണ് പറയുന്നത്. കാലേ കാലേ എന്ന് പറഞ്ഞാല് കറുത്ത, ഇരുണ്ട. പാനി എന്ന് പറഞ്ഞാല് വെള്ളം. പാനി വാലെ വെള്ളമുള്ള. ആസ്മാൻ എന്ന് പറഞ്ഞാല് ആകാശാണ്. ഹിന്ദിയില് ആകാശ് എന്നും പറയും ആസ്മാന്. ആസ്മാൻമേ എന്ന് പറഞ്ഞാല് ആകാശത്തിൽ. ബാദൽ എന്ന് പറഞ്ഞാല് മേഘാണ്. ആയ എന്ന് പറഞ്ഞാല് വന്നു. കറുത്തിരുണ്ട വെള്ളമുള്ള മേഘം ആകാശത്തിൽ വന്നു. ഈ കറുത്തിരുണ്ടിട്ടുള്ള വെള്ളം നിറഞ്ഞ കാർമേഘങ്ങള് ആകാശത്തിൽ വന്നു എന്നാണ് ഈ വരിയില് പറയുന്നത്. ബോലോ കേസേ ആകർ ഛായേ. ബോലോ എന്ന് പറഞ്ഞാല് പറയൂ. കേസേ എങ്ങനെ. ഛായ എന്ന് പറഞ്ഞാല് പരന്നു, വ്യാപിച്ചു എന്നാണ്. ഈ മേഘങ്ങളെ എങ്ങനെ വന്ന് വ്യാപിച്ചു എന്ന് ചോദിക്കുകയാണ്. കറുത്തിരുണ്ട വെള്ളമുള്ള കാർമേഘങ്ങള് ആകാശത്തിൽ വന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് ആകാശത്തിൽ വന്ന് വ്യാപിച്ചത് എന്ന് പറയൂ എന്നാണ് ഈ വരിയില് പറയുന്നത്. നിങ്ങൾ ഈ ചിത്രം നോക്കിക്കേ. നിങ്ങള് ആകാശത്തില് കറുത്തിരുണ്ട മേഘങ്ങള് മൂടിക്കെട്ടി നിൽക്കുന്നത് കാണാറില്ലേ? അപ്പൊ ഈ കവിതയിൽ പറയുന്നത് കറുത്തിരുണ്ട വെള്ളം നിറഞ്ഞ കാർമേഘങ്ങള് ആകാശത്തിൽ വന്നു. ആ കാർമേഘങ്ങള് ആകാശത്തിൽ എങ്ങനെയാണ് വന്ന് വ്യാപിച്ചത് എന്ന് പറയൂ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് കവിതയുടെ ബാക്കി വായിച്ച് മനസ്സിലാക്കാം. ഹവാ പക്കടുക്കർ ലാത്തി സർസർ ചായേ ജേസെ കാലേ കമ്പൽ കിത്നെ സുന്ദർ ലഗ്തേ ബാദൽ. ഹവാ പക്കടുക്കർ ലാത്തി സർസർ. ഹവ എന്ന് പറഞ്ഞാല് കാറ്റാണ്. ലാത്തി സർസർ എന്ന് പറഞ്ഞാല് തേസി സെ ബഹന, അതായത് വേഗത്തിൽ വീശുന്നതിനെ പറയുന്നതാണ്. സർസർ എന്നത് ഒരു ശബ്ദത്തെ, ഒരു സൗണ്ടിനെ അല്ലെങ്കിൽ അതിന്റെ ചലനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഹവാ പക്കടുക്കർ കാറ്റിനെ പിടിച്ചുകൊണ്ട്, ലാത്തി സർസർ കാറ്റ് വീശുമ്പോ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കാറ്റിനെ പിടിച്ചുകൊണ്ട് വേഗത്തിൽ വീശി കാറ്റിന്റെ ശബ്ദം ഉണ്ടാക്കി. ഛായേ ജേസെ കാലേ കമ്പൽ. ഛായ എന്ന് പറഞ്ഞാല് പരന്നു, വ്യാപിച്ചു എന്നുള്ള അർത്ഥാണ്. കാലേ എന്ന് പറഞ്ഞാല് കറുത്ത. കമ്പൽ എന്ന് പറഞ്ഞാല് കമ്പിളി, പുതപ്പ് എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു. ആകാശത്തില് ഈ കാർമേഘങ്ങളില്ലേ, അത് കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു എന്നാണ് പറയുന്നത്. കാറ്റിനെ പിടിച്ചുകൊണ്ട് വേഗത്തിൽ വീശിയിട്ട് എന്ത് ചെയ്തു? മേഘം കറുത്ത കമ്പിളി പുതപ്പ് പോലെ വ്യാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. കിത്നെ സുന്ദർ ലഗ്തേ ബാദൽ. കിത്നെ എന്ന് പറഞ്ഞാല് എത്ര, സുന്ദർ എന്ന് പറഞ്ഞാല് സുന്ദരം, മനോഹരം എന്നുള്ള അർത്ഥാണ്. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? മേഘാണല്ലേ. അപ്പോ എത്ര മനോഹരമായി തോന്നുന്നു. ഈ മേഘങ്ങളെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പൊ മേഘങ്ങളെ കാണാൻ എത്ര മനോഹരമായി തോന്നുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കവി പറയുന്നത്, നിങ്ങൾ ആകാശത്തിലെ മേഘങ്ങള് കമ്പിളി പോലെ, പുതപ്പ് പോലെ വ്യാപിച്ചു കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെ കുറിച്ചാണ്. കാറ്റിനെ പിടിച്ചുകൊണ്ട് വേഗത്തിൽ വീശി മേഘം കറുത്ത കമ്പിളി പോലെ, പുതപ്പ് പോലെ വ്യാപിച്ചു. എത്ര മനോഹരമായി തോന്നുന്നു മേഘങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കവിതയുടെ ബാക്കി വായിച്ചു നോക്കാം. നിങ്ങൾക്ക് കവിത എടുത്തു വരുമ്പോ തന്നെ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ അതിന്റെ മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ തെറ്റാതെ എഴുതുക. ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. കാരണം അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവുക. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ എന്താണ് ചോദ്യം വന്നിട്ടുള്ളത്, ഏത് വരിയിൽ നിന്നാണ് ചോദ്യം വന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വായിക്കുക, പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് വായിച്ചു നോക്കാം. പേടോं जैसे भेड़ों जैसे लगते जैसे चलते घोड़े बन जाते हाथी के जोड़े. പേട് എന്ന് പറഞ്ഞാല് മരമാണ്. പേടോं जैसे എന്ന് പറഞ്ഞാല് മരങ്ങളെ പോലെ.
ഭേഡോ ജേസേ, ചെമ്മരിയാടുകളെ പോലെ. അപ്പൊ ഭേഡ് എന്ന് പറഞ്ഞാല് ചെമ്മരിയാടാണ്. ചൽത്തെ എന്ന് പറഞ്ഞാല് നടക്കുന്ന. ഘോഡ എന്ന് പറഞ്ഞാല് കുതിരയാണ്. ഘോഡ എന്ന് പറഞ്ഞാല് കുതിരകൾ. മരങ്ങളെ പോലെ, ചെമ്മരിയാടുകളെ പോലെ, നടക്കുന്ന കുതിരകളെ പോലെ തോന്നും. ബൻജാത്തെ ഹാത്തി കെ ജോഡെ, ആനകളുടെ ജോഡികളാകും, അത് ജോഡികളായിട്ട് മാറുന്നു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. ഈ കറുത്ത കാർമേഘങ്ങള് ആകാശത്തിൽ ഇങ്ങനെ പുതപ്പ് പോലെ വ്യാപിച്ചു കിടക്കുന്നത് വളരെ ഭംഗിയാണെന്ന് നമ്മള് മുകളിലത്തെ വരിയിൽ പറഞ്ഞു. ഇവിടെ ആ മേഘങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഈ മേഘങ്ങളെ കാണാൻ മരങ്ങളെ പോലെ, ചെമ്മരിയാടുകളെ പോലെ, നടക്കുന്ന കുതിരയെ പോലെ തോന്നും. പിന്നെ ഈ കറുത്ത മേഘങ്ങൾ കൂടിയിട്ട് ആനകളുടെ ജോഡികളാകുമെന്നാണ് പറയുന്നത്. അതായത് ഈ ആനകളുടെ കൂട്ടം ഉണ്ടായിരിക്കില്ലേ, അതുപോലെ ആകുമെന്നാണ് ഈ വരിയിൽ പറയുന്നത്. ഇങ്ങനെ ചിത്രങ്ങളൊക്കെ തന്ന് പഠിപ്പിച്ചു തരുന്നത് നിങ്ങളത് മനസ്സിലാക്കി മറക്കാതെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആകാശത്തില് മേഘങ്ങൾ പല രൂപത്തിൽ കാണാറുണ്ടല്ലേ. അപ്പൊ അതിനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അങ്ങനെ പല പല രൂപത്തിൽ കാണുമ്പോ. അപ്പൊ ഇവിടെ കവി പറയുന്നത് മേഘങ്ങളെ കാണാൻ മരങ്ങളെ പോലെ, ചെമ്മരിയാടുകളെ പോലെ, നടക്കുന്ന കുതിരകളെ പോലെ തോന്നും. പിന്നെ ഈ കറുത്ത മേഘങ്ങൾ കൂടിയിട്ട് ആനകളുടെ ജോഡിയാകുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് കവിതയുടെ ബാക്കി വായിച്ച് മനസ്സിലാക്കാം. നന്നേ ജലകണ് ഗയേ ബാപ്പ് ബന്, ഉസി ബാപ്പിനെ ठंडक പായി, ബാദൽ ബരസേ ബരസാ ആയി. നന്നേ ജലകണ് എന്ന് പറഞ്ഞാല് ചെറിയ ജലകണങ്ങള്, വെള്ളത്തുള്ളികള്. ഭാപ്പ് എന്ന് പറഞ്ഞാല് നീരാവി. ചെറിയ ജലകണങ്ങള് നീരാവിയായിട്ട് മാറി പോയി. ഉസി ഭാപ്പിനെ ടണ്ടക്ക് പായി. ഭാപ്പിനെ ടണ്ടക്ക് പായി എന്ന് പറഞ്ഞാല് നീരാവി തണുത്തിറഞ്ഞു. അതായത് ഈ പുഴയിലും കടലിലും ഒക്കെ ഉള്ള വെള്ളം ചൂടായി മുകളിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതേ നീരാവി, ഉസി ബാപ്പിനെ ठंडक പായി, ആ നീരാവി, അതേ നീരാവി തണുത്തുറഞ്ഞ് ബാദൽ ബർസി ബർസായി. ബാദൽ ബർസി എന്ന് പറഞ്ഞാല് മഴ പെയ്തു, മേഘങ്ങള് മഴയായിട്ട് പെയ്തു, മഴ വന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ചെറിയ ജലഗണങ്ങള് നീരാവിയായിട്ട് മാറിപ്പോയിട്ട് അതേ നീരാവി, ആ നീരാവി തണുത്തിറഞ്ഞ മേഘങ്ങള് മഴയായി പെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ആ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അടുത്ത വരി വായിച്ച് മനസ്സിലാക്കാം. കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ്, ബിജ്ലി ബാദൽ കോ ചംകായേ, അന്ധിയാരെ മേ രാഹ് ദിക്കായേ. കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ്. ഗഡ്ഗഡ് എന്ന് പറഞ്ഞാല് ബാദലോं की ആവാസ്, മേഘങ്ങളുടെ ശബ്ദം, അതായത് ഇടിമുഴക്കം. മേഘങ്ങളിൽ നിന്നാണ് ഇടി ഉണ്ടാവുന്നത്. അപ്പൊ ഈ വരിയിൽ പറയുന്നത് മേഘം മൂടി നിൽക്കുന്ന സമയത്ത് ശബ്ദം ഉണ്ടാവില്ലേ, ശബ്ദത്തോട് കൂടിയിട്ട് ഇടി വെട്ടും. അപ്പൊ ഇത് വരുന്നത് കൂടുതൽ വേഗത്തിൽ, നല്ല ഉച്ചത്തിലുള്ള ശബ്ദത്തിലാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബിജ്ലി ബാദൽ കോ ചംകായേ. ബിജ്ലി എന്ന് പറഞ്ഞാല് മിന്നലാണ്, ബാദൽ എന്ന് പറഞ്ഞാല് മേഘം, ചംകായി എന്ന് പറഞ്ഞാല് തിളങ്ങി. മിന്നൽ എന്ത് ചെയ്തു, ഈ മേഘങ്ങളെ പ്രകാശിപ്പിക്കൽ, ഇങ്ങനെ തിളങ്ങിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അന്തിയാരേമേ രാഹദിക്കായേ. അന്തിയാരേമേ എന്ന് പറഞ്ഞാല് ഇരുട്ടില്, രാഹദിക്കായേ എന്ന് പറഞ്ഞാല് വഴി കാണിച്ചു. രാഹ് എന്ന് പറഞ്ഞാല് വഴിയാണ് കേട്ടോ. അപ്പൊ ഇരുട്ടില് വഴി കാണിച്ചു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. ആകാശത്തിൽ മിന്നൽ വരുമ്പോ നമുക്ക് കറുത്തിരുണ്ട മേഘങ്ങള് തെളിഞ്ഞു കാണാൻ പറ്റും. അപ്പൊ ഈ മിന്നൽ ഇങ്ങനെ ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും, ഈ മേഘങ്ങൾ ഇങ്ങനെ തിളങ്ങും, അതിങ്ങനെ പ്രകാശിപ്പിക്കും. അതിനെ കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അന്തിയാരേമേ രാഹിദിക്കായേ, ഇരുട്ടിൽ എന്ത് ചെയ്യും, വഴി കാണിക്കും. മിന്നൽ ഉണ്ടാവുമ്പോ എന്താണ്, ഒരു പ്രകാശം ഉണ്ടാവും അല്ലെ, ഒരു വെളിച്ചം വരും. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് കവി ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കവിതയുടെ ബാക്കി വായിച്ച് മനസ്സിലാക്കാം. മോര് മഗ്നമന് झूम छनन चन, झूम झूम कर नाच दिखाए, खुश हो कर गाना गाए. മോര് മഗ്നമന്. മോര് എന്ന് പറഞ്ഞാല് മയിലാണ്, മഗ്നമന് എന്ന് പറഞ്ഞാല് സന്തോഷത്തോടെ. ജൂം ജൂമുക്കർ നൃത്തമാടിക്കൊണ്ട്, മയില് സന്തോഷത്തോടെ അതിങ്ങനെ ഡാൻസ് ചെയ്യുന്ന ഒരു താളത്തില് നൃത്തമാടിക്കൊണ്ട് അതിന്റെ ഡാൻസ് ഇങ്ങനെ കാണിച്ചു, അതിങ്ങനെ നൃത്തം ചെയ്തു. അപ്പൊ മയില് വളരെ സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കവി ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. ഖുഷ് ഹോക്കർ ഗാന ഗായേ. ഖുഷ് എന്ന് പറഞ്ഞാല് സന്തോഷം, ഗാന എന്ന് പറഞ്ഞാല് പാട്ട്. സന്തോഷായിട്ട്, സന്തോഷത്തോടെ പാട്ടുപാടി.
ഈ ചിത്രത്തില് മഴയത്ത് നിൽക്കുന്ന മയിലിനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ആ വരികളിൽ പറയുന്നത് മയില് സന്തോഷത്തോടെ നൃത്തമാടിക്കൊണ്ട് അതിന്റെ നൃത്തം കാണിച്ചു, സന്തോഷത്തോടെ പാട്ടുപാടി. അപ്പൊ ഈ മഴക്കാലങ്ങളിലാണ് ഈ ആൺമയിലുകള് പെൺമയിലുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നൃത്തം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ മയില് ഒരുപാട് സന്തോഷത്തോടെ നൃത്തം ചെയ്തു എന്ന് കവി ഒരുപാട് വർണ്ണിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കവിതയുടെ ബാക്കി വായിച്ചു നോക്കാം. ബർസേ ബാദൽ കൽ കൽ ചൽ ചൽ തൈർ ചലി കാഗസ് കി നയ്യ പൂഞ്ച് ഉടാക്കർ ബാഗി ഗയ്യ. ബർസേ ബാദൽ, മഴ പെയ്തു, മേഘം മഴയായിട്ട് പെയ്തു. കൽ കൽ ചൽ ചൽ, മഴ പെയ്യുമ്പോൾ ഒരു ശബ്ദം ഉണ്ടായിരിക്കില്ലേ, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തൈർ ചലി, നീന്തി. കാഗസ് എന്ന് പറഞ്ഞാല് കടലാസ്, നെയ്യ എന്ന് പറഞ്ഞാല് തോണി. കാഗസ് കി നെയ്യ, കടലാസിന്റെ തോണി. പൂഞ്ച് എന്ന് പറഞ്ഞാല് പാലാണ്. ഭാഗി എന്ന് പറഞ്ഞാല് ഓടി. ഗയ്യ എന്ന് പറഞ്ഞാല് പശു. മഴ പെയ്തു, മേഘം മഴയായിട്ട് പെയ്തു. കൽ കൽ ചൽ ചൽ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു? മഴ പെയ്തു. കടലാസിന്റെ തോണി നീന്തി, അല്ലെ? നമ്മള് മഴ പെയ്യുമ്പോ കാണുന്നതാണ് ഈ കടലാസ് തോണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലൂടെ താഴ്ന്നിട്ടും പൊന്തിയിട്ടും ഒക്കെ ഇങ്ങനെ നീന്തി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താ ഉണ്ടാവുക? ഈ പശുക്കളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും? പെട്ടെന്ന് ഓടിപ്പോവും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? പശു വാലും പൊക്കിക്കൊണ്ട് ഓടി എന്നതാണ്. അപ്പൊ അതിലാണ് നമ്മുടെ കവിത അവസാനിക്കുന്നത്. നമ്മുടെ ഈ കവിതയിലെ വരിയില് മഴ പെയ്യുന്നതിനെ കുറിച്ചിട്ടും മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിനെ കുറിച്ചും വെള്ളത്തിൽ നീന്തുന്ന തോണിയെ കുറിച്ചിട്ടും അതേപോലെ ഈ മഴ കാണുമ്പോൾ വാലും പൊക്കിക്കൊണ്ട് ഓടുന്ന പശുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാദൽ എന്നുള്ള കവിത ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുത്തപ്പോ തന്നെ കവിതയിലെ ഓരോ വരിയും ചിത്രങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കവിതയിൽ എന്താണുള്ളതെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥവും കവിത എടുത്തപ്പോ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ വാക്കും നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പൊ ഈ രീതിയിൽ ചിത്രമൊക്കെ ഓർത്ത് വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാമിന് ഉത്തരം എഴുതാൻ പറ്റും. കാരണം നമ്മളത് മനസ്സിലാക്കി പഠിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാദൽ എന്ന കവിതയില് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഉത്തരങ്ങൾ എഴുതാം. പടേ ജോഡേ ബനായേ. ജോഡേ എന്ന് പറഞ്ഞാല് ജോഡികള്. ഇവിടെ നമുക്ക് കവിതയിൽ നിന്നുള്ള കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അവയെ ജോഡികളാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആയേ ചായേ എന്നുള്ള 2 വാക്കുകൾ തന്നിട്ടുണ്ട്. ഈ 2 വാക്കിലും അവസാനത്തെ അക്ഷരം സമാനമാണ്. ആയേ ചായേ എന്നതില് 2 വാക്കുകൾ അവസാനിക്കുന്നത് എ എന്നുള്ള അക്ഷരത്തിലാണ്. അതേപോലെ കമ്പൽ ബാദൽ എന്നതില് ല എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നമ്മള് മുകളിലുള്ള ഇതേപോലത്തെ വാക്കുകൾ ജോഡികളായിട്ട് താഴേക്ക് എടുത്തെഴുതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള വാക്കുകൾ തിരഞ്ഞെടുത്തിട്ട് എഴുതാം. ഇവിടെ ഞാന് ഓരോ വാക്കുകളും പ്രത്യേകമായിട്ട് ഓരോ കളർ കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനും അത് എടുത്തെഴുതാനൊക്കെ പറ്റും. ഇപ്പൊ ഇവിടെ റെഡ് കളറില് പായി ആയി എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡിന് ഹിന്ദിയില് ലാൽ എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രീൻ കളറില് ദിഖായേ ചെംകായേ എന്നുള്ള ഒരു ജോഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് കളറില് നെയ്യ ഗയ്യ എന്നുള്ള ജോഡികള് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രേപ്പ് കളറില് ഘോഡെ ജോഡെ എന്നുള്ള വാക്കും അവസാനമായിട്ട് കൽ കൽ ചൽ ചൽ എന്നുള്ള ജോഡിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചിത്രം ഓർത്ത് മനസ്സിലാക്കിയിട്ട് വെക്കുക. നമ്മളിവിടെ ജോഡികളാക്കിയിട്ടുള്ള ഓരോ വാക്കിന്റെയും അവസാനത്തെ അക്ഷരം ഒന്നാണ്, സമാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജോഡികളാക്കിയിട്ടുള്ളത്. അപ്പൊ പരീക്ഷയ്ക്ക് ഈ രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഇത് ഓർത്ത് വെക്കുക. ഇവയുടെ എന്താണ് അവസാനത്തെ അക്ഷരം സമാനമായതാണ് നമ്മൾ ജോഡികളാക്കിയിട്ട് എടുത്തെഴുതേണ്ടത്. പിന്നെ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിലോ ഒക്കെ കളർ ചെയ്തിട്ട് എഴുതാം. പിന്നെ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കളർ ചെയ്തിട്ടുള്ള നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ജോഡികൾ എന്ത് ചെയ്യാം? താഴേക്ക് എടുത്തെഴുതാം. അപ്പൊ ഈ രീതിയിലാണ് എടുത്തെഴുതിയിട്ടുള്ളത്. പായി ആയി എന്നുള്ള വാക്കും കൽ കൽ ചൽ ചൽ എന്നുള്ള വാക്കും ഘോഡെ ജോഡെ എന്നുള്ളതും ചംകായെ ദിഖായെ എന്നുള്ള വാക്കും അതേപോലെ നെയ്യ ഗയ്യ എന്നുള്ള വാക്കും നമ്മൾ ജോഡികളാക്കി എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തെറ്റാതെ എടുത്തെഴുതുക.
അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചിത്ര ദേഖേ കവിതാ സേ ഉചിത് പങ്ക്തിയാം ലിഖേ. ചിത്രം നോക്കി കവിതയിൽ നിന്ന് ഉചിതമായ വരികൾ എടുത്തെഴുതാൻ. നമുക്ക് താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾക്ക് സമാനമായ അതിന് ഉചിതമായ വരികൾ കവിതയിലുണ്ട്. അത് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആകാശത്തിന്റെയും കറുത്തിരണ്ട മേഘങ്ങളുടെയും ചിത്രമാണ് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കവിതയില് ആകാശത്തിലെ കറുത്ത വെള്ളമുള്ള കാർമേഘങ്ങള് വ്യാപിക്കുന്നതിനെ കുറിച്ച് കവി വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ ആ വരിയാണ് ഈ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഇവിടെ എടുത്തെഴുതാം. കാലേ കാലേ പാനി വാലേ ആസ്മാനുമേ ബാദലായി ബോലോ കേസെ ആക്കർ ഛായേ എന്നുള്ള വരിയാണ് ഉത്തരായിട്ട് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ള ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വരി ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കവിതയില് ആകാശത്തിലെ മേഘങ്ങള് പല രൂപത്തിൽ കാണുമെന്ന് കവി വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു. മേഘങ്ങള് മരങ്ങളെ പോലെ, ചെമ്മരിയാടുകളെ പോലെ, ഓടുന്ന കുതിരകളെ പോലെ, പിന്നെ ആനകളുടെ ജോഡികളായി മാറുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വരിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പേടോം ജേസെ ഭേടോം ജേസെ लगते जैसे चलते घोड़े बन जाते हाथी के जोड़े. ഇവിടെ നമ്മൾ രണ്ട് ചിത്രവും നോക്കി മനസ്സിലാക്കി അതിന് അനുയോജ്യമായിട്ടുള്ള ഉചിതമായ വരികൾ നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി താഴെയുള്ള ചിത്രത്തിന് ഉചിതമായ വരികൾ നമുക്ക് എടുത്തെഴുതാം. മൂന്നാമത്തെ ചിത്രം മയിലിന്റെ ആണല്ലേ തന്നിട്ടുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. കാരണം നമ്മുടെ കവിതയില് 3 വരിയില് മയിലിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മയില് സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നതിനെ കുറിച്ചും അത് സന്തോഷമായിട്ട് പാട്ട് പാടുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വരി നമുക്കിവിടെ എടുത്തെഴുതാം. മോര് മഗ്ന മന് ചൂമ് ചനന ചൻ ജൂമ് ജൂമ് കർ നാച്ച് ദിക്കായേ ഖുഷ് ഹോ കർ ഗാനാ ഗായേ എന്നുള്ള വരിയാണ്. അപ്പൊ ഇനി താഴെയുള്ള ചിത്രത്തില് ഒരു പശു വാലും പൊക്കിക്കൊണ്ട് ഓടുന്നതാണ് കാണിക്കുന്നത് മഴയത്ത്. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള വരി ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബർസേ ബാദൽ കൽ കൽ ചൽ ചൽ തേർ ചലി കാഗസ് കി നയ്യ പൂഞ്ച് ഉടാക്കർ ഭാഗി ഗയ്യ. അപ്പൊ ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. കാരണം ഞാൻ ക്ലാസ് എടുത്തപ്പോ ഓരോ വരിയും ചിത്രങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുത്തെഴുതാൻ പറ്റും. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കവിതാസെ പങ്ക്തിയാം ചുനെ ലിഖേ. കവിതയിൽ നിന്ന് വരികൾ തിരഞ്ഞെടുക്കുക, എഴുതുക. നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളവ വായിച്ച് കവിതയിൽ നിന്ന് അതിന് അനുയോജ്യമായ വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചോദ്യത്തിന് എങ്ങനെയാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കവിത പഠിക്കുമ്പോൾ തന്നെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഈ തന്നിട്ടുള്ളതില് അതേ വാക്കുകള് കവിതയിൽ എവിടെയാണ് ഉള്ളതെന്ന് നോക്കിയാല് നമുക്ക് ആ വരി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കവിതയിൽ അതേപോലെ വന്നിട്ടുള്ള വാക്കുകളാണ്. ബിജ്ലി ബാദൽക്കോ ചംകാത്തി ഹെ. മിന്നല് മേഘങ്ങളെ പ്രകാശിപ്പിക്കുന്നു. നമ്മുടെ കവിതയില് ബിജ്ലി ബാദൽക്കോ എന്നുള്ളത് അതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ താഴെ അന്തിയാരേമേ പ്രകാശ് ഫേലാക്കർ രാഹ് ദിക്കാത്തി ഹെ. ഇരുട്ടില് പ്രകാശം പരത്തി വഴി കാണിക്കുന്നു. അന്തിയാരേമേ ഇരുട്ടിൽ എന്നതും രാഹ് വഴി എന്നുള്ളതും കവിതയിൽ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പൊ ആ വരി ഇവിടെ എടുത്തെടുത്തു. ബിജ്ലി ബാദൽക്കോ ചംകായേ അന്തിയാരേമേ രാഹ് ദിക്കായേ. ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളവയില് ഏത് വരിയാണ് വരുന്നതെന്ന് നോക്കാം. ഹവ ബാദൽ കോ പക്കഡ്കർ ലാത്തി ഹെ ആകാശ് മേ ബാദൽ കാലേ കമ്പൽ ജേസെ ഛാ ജാതാ ഹെ വഹ് ബഹുത് സുന്ദർ ലഗ്താ ഹെ. കാറ്റ് മേഘങ്ങളെ പിടിച്ച് കൊണ്ടുവരുന്നു. ആകാശത്തിലെ മേഘങ്ങൾ എങ്ങനെയാണ്? കറുത്ത പുതപ്പ് പോലെ പരക്കുന്നു. അത് വളരെ മനോഹരമായിട്ട് തോന്നുന്നു എന്നാണ് ഈ വരിയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ റെഡ് കളറില് ഹവ പക്കഡ്കർ ബാദൽ കാലേ കമ്പൽ ജേസെ സുന്ദർ എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ താഴെയുള്ള വരിയിലും ഇതേ വാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അർത്ഥം വെച്ച് നോക്കുമ്പോഴും വാക്കുകൾ വെച്ച് നോക്കുമ്പോഴും ഇതെന്താണ്? ഇതിന് അനുയോജ്യമായിട്ടുള്ളതാണ്. ഹവ പക്കടുക്കൽ ലാത്തി സർസർ ഛായേ ജേസെ കാലേ കമ്പൽ കിത്നെ സുന്ദർ ലഗ്തേ ബാദൽ എന്നുള്ളതാണ്. ഇനി നമുക്ക് താഴെയുള്ളത് നോക്കാം.
नन्हे जल कणों से भाप बनती है, भाप से बादल बनता है, ठंड होने पर बादल बरसता है. ഇവിടെ നന്നേ ജലകണോ ഭാപ്പ്, പിന്നെയും വേറൊരു ഭാപ്പ് സി ബാദൽ ബൻതാ ഹെ എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാദൽ എന്നുള്ളതും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതേപോലെ വരുന്ന വാക്കുകളാണ്. പിന്നെ ഗ്രീൻ കളറിലുള്ളത് ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. അപ്പൊ ഇവിടെ നന്നേ ജലകണ് ഗയേ ബാപ്പ് ബന് ഉസി ബാപ്പിനെ ഠണ്ടക്ക് പായി ബാദൽ ബർസി ബർസായി എന്നുള്ള വരിയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലായല്ലോ. റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് കവിതയിൽ അതേപോലെ വരുന്നതാണ്. പിന്നെ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഇത് ഇതേപോലെ എടുത്തെഴുതുക. അപ്പൊ എവിടെ ചോദ്യം വന്നു കഴിഞ്ഞാലും ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് തെറ്റാതെ അതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം എഴുതാം. ബതായി ബാരിഷ് കെ ആനെ പർ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹെ. മഴ വരുമ്പോൾ ആരൊക്കെയാണ് സന്തോഷിക്കുന്നതെന്ന് പറയാനാണ് നമുക്കിവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. ഇതൊരു ചെറിയ ചിത്രമാണെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ. നമുക്ക് ബാക്കിലായിട്ട് ഒരു വലിയൊരു കുന്ന്, ഒരു മല കാണാൻ പറ്റുന്നുണ്ട്. അതിന് പഹാഡ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു നദി അവിടെ നിന്ന് ഒഴുകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട്, ചെറിയ അരുവികളൊക്കെ ആയിട്ട്. അതിന് നദി നാലെ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു തവള അവിടെ ഇരിക്കുന്നുണ്ട്. തവളയ്ക്ക് ഹിന്ദിയില് മേണ്ടക് എന്നാണ് പറയുന്നത്. പിന്നെ പക്ഷി പറന്നു പോകുന്നുണ്ട്, പക്ഷിക്ക് ചിടിയ എന്ന് പറയും. പിന്നെ 2 തേനീച്ചകളുണ്ട്. തേനീച്ചയ്ക്ക് മധുമഖി എന്നാണ് പറയുക. പിന്നെ ഇവിടെ മരവും കുറെ ചെടികളൊക്കെ ഉണ്ട്, അതിന് പേഡ് പോധ എന്ന് പറയും. അപ്പൊ മഴ വരുമ്പോ ആരൊക്കെയാണ് സന്തോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, താഴേക്ക് എടുത്തെഴുതാം. ഇവിടെ ബാരിഷ് എന്ന് നടുവിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ബാരിഷ് എന്ന് പറഞ്ഞാല് മഴയാണ്. മഴ വരുമ്പോ ആരൊക്കെയാണ് സന്തോഷിക്കുന്നതെന്ന് നമ്മൾ ആ ചിത്രം നോക്കി മനസ്സിലാക്കി. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാണ്? ചിടിയ, മധുമഖി, നദി നാലെ, പേഡ് പോധെ, പഹാഡ്, മേണ്ടക്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ കവിതയ്ക്ക് ബാരിഷ് ആയി ഖുഷിയാലായി എന്നുള്ള ഹെഡിങ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ബാരിഷ് ആയി ഖുഷിയാലായി, നദി നാലെ ബർഗയ പാനി, മേണ്ടക് കൂത टर टर गाया, हरियाली से हसी जमीन, पेड़ पौधे हरियाली पाई, फूल खिले मधुमक्खी आई, हरा हुआ सुंदर पहाड़, चिड़िया उड़ी पंख फैलाए. ഇവിടെ മഴ വരുമ്പോ ആരൊക്കെയാണോ സന്തോഷിക്കുന്നത് എന്ന് എഴുതിയിട്ടുള്ളത് അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് താഴെ ഈ കവിതയുമായി ബന്ധപ്പെട്ട് ഒരു ബോക്സ് ഫില്ല് ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്യാം. മേരി കവിതാമേ, എന്റെ കവിതയില് ആശയുക്ത പങ്ക്തിയാ ഹെ, അതായത് ആശയമുള്ള അർത്ഥമുള്ള വരികളാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക. പിന്നെ താളയുക്ത പങ്ക്തിയാ ഹെ, താളമുള്ള അല്ല താളാത്മകമായിട്ടുള്ള വരികളാണെങ്കിൽ അവിടെയും ടിക്ക് ചെയ്യുക. ശീർഷക് ഹെ, തലക്കെട്ട് ഹെഡിങ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എഴുതിയിട്ടുള്ള കവിത അടിപൊളിയായിട്ടുള്ളതൊന്നും അല്ല. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക, അതേപോലെ ശ്രമിച്ചു നോക്കുക. ഇങ്ങനെ മഴ വരുമ്പോ സന്തോഷിക്കുന്നത് ആരൊക്കെയാണോ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെറിയ കവിത എഴുതി നോക്കുക. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, നമ്മൾ തെറ്റിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത്. ഇനി നമുക്ക് കവിതയുടെ താഴെയായിട്ട് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ബാദൽക്യും സുന്ദർ ലഗ്തേ ഹെ, എന്തുകൊണ്ടാണ് മേഘങ്ങള് മനോഹരായി തോന്നുന്നത് എന്നതാണ് ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാം. നമ്മുടെ കവിതയില് ആകാശത്തിലെ മേഘങ്ങള് പല രൂപത്തിൽ കാണുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. ആസമാൻ മേ ബാദൽ വിഭിന്ന രൂപവുമേ ചാക്കൽ ആത്തേ ഹെ, ആകാശത്തിലെ മേഘങ്ങള് പല രൂപത്തില് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാലേ ബാദൽ കബി പേടൂं ജേസെ, കബി ഭേടൂं ജേസെ, कभी चलते घोड़े जैसे और कभी हाथी के जोड़े जैसे दिखते हैं. ഈ കറുത്തിരണ്ട മേഘങ്ങള് ചിലപ്പോൾ മരങ്ങളെ പോലെയും ചിലപ്പോ ചെമ്മരിയാടുകളെ പോലെയും ചിലപ്പോ നടക്കുന്ന കുതിരയെ പോലെ ചിലപ്പോഴൊക്കെ ആനകളുടെ ജോഡികളെ പോലെയും കാണപ്പെടുന്നതു. ഇനി സവിശേഷതാവും കെ കാരൻ ബാദൽ സുന്ദർ ലഗ്തേ ഹെ, ഈ സവിശേഷതകൾ കൊണ്ടാണ് മേഘങ്ങള് മനോഹരായിട്ട് തോന്നുന്നത് എന്നാണ് ഉത്തരായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം വായിച്ച് അതിന്റെ ഉത്തരം എഴുതാം. ബാദൽ കെ ബരസ്നെ പർ കോൻ കോൻ ഖുഷ് ഹോത്തെ ഹെ,
മഴ പെയ്യുന്നത് കൊണ്ട് ആരൊക്കെയാണ് സന്തോഷിക്കുന്നത് എന്നതാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ചിത്രത്തിലുള്ളതൊക്കെ തന്നെയാണ് ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം എഴുതി കൊടുക്കാം. बादल के बरसने पर मोर, कागज की नैया, पूंछ उड़ाकर भागने वाले गाय ആദി ഖുഷ് ഹോത്തേ ഹെ. മഴ പെയ്യുമ്പോൾ മയിൽ, കടലാസിന്റെ തോണി, വാലും പൊക്കിക്കൊണ്ട് ഓടുന്ന പശു തുടങ്ങിയവയൊക്കെ സന്തോഷിക്കുന്നു എന്നതാണ് ഉത്തരായിട്ട് വരുന്നത്. ബാദൽ എന്നുള്ള കവിതയിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഉത്തരം ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതെന്നും എങ്ങനെയാണ് ആ ഉത്തരങ്ങൾ വരുന്നതെന്നും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. അപ്പൊ തെറ്റുകൾ വന്നു കഴിഞ്ഞാലും അത് തിരുത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്ററുകളാണോ വരുന്നത് അതൊക്കെ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. കാരണം നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ തന്നെ പാഠഭാഗങ്ങൾ പഠിക്കാനും പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.